എല്ലാവർക്കും PSC നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ പരിഷ്കരിച്ച കെമിസ്ട്രി ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും അവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് കൂട്ടുകാരാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കെമിസ്ട്രി ഭാഗത്ത് നിന്നുള്ളതാണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങൾക്ക് പിന്നിലുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഹെൻറി മോസ്ലി. മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിനെ അല്ല, മറിച്ച് ആറ്റോമിക നമ്പറിനെ ആണെന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തിയത് എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ മെൻഡലീവ് പീരിയോഡിക് ടേബിളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി. ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ മോസ്ലി ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തി. ആധുനിക പീരിയോഡിക് ടേബിളിൽ ഒരു മൂലകത്തിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ അതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് മൂലകങ്ങളുടെ ഗുണങ്ങളും അറിയാനാകും. 118 മൂലകങ്ങൾ ഉൾപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. ഇതിൽ ആൻസർ പ്രസ്താവന 1 തെറ്റാണ്. കാരണം ഗുണങ്ങളിൽ വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എന്നത് മെൻഡലീവ് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പരിമിതിയാണ്. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി. എന്നാൽ ഇതിന് പരിഹാരമായി ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക പീരിയോഡിക് നിയമവുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞൻ. ആൻസർ ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലിയാണ് മെൻഡലീവത്തിൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിക്കുന്നത്. ഇത് ആധുനിക പീരിയോഡിക് നിയമം എന്നറിയപ്പെടുന്നു. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് കണ്ടെത്തി. ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോസ്ലി മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിപ്പിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയെ ശരിയായി ജോഡികളാക്കുക. ഞാനിതിലെ ഉത്തരങ്ങളാണ് പറയുന്നത്. മൂലകങ്ങൾ ആറ്റോമിക നമ്പർ എന്നീ ക്രമത്തിൽ: ബോറിയം 107, ബ്രോമിൻ 35, റഡോൺ 86, പ്ലൂട്ടോണിയം 94. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും എന്തിൻ്റെ ആവർത്തന ഫലങ്ങളാണ്? ആൻസർ ആറ്റോമിക നമ്പർ. ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലി മൂലകങ്ങളെ ആറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് ഏത് പീരിയോഡിക് ടേബിളാണ്? ആൻസർ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ. മെൻഡലീവ് പീരിയോഡിക് ടേബിൾ പ്രകാരം ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഓരോന്നിനും പ്രത്യേക സ്ഥാനം നൽകാൻ സാധ്യമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, 2016 കണ്ടെത്തിയ മൂലകങ്ങൾ ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു? ആൻസർ 7ാം പീരീഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ലെന്നത് ഏത് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതിയാണ്? ആൻസർ മെൻഡലീവ് പീരിയോഡിക് ടേബിൾ. ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമം മെൻഡലീവ് പീരിയോഡിക് ടേബിൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് ആർഗൺ ആറ്റോമിക മാസ് 40 എന്ന മൂലകത്തിന് ശേഷമാണ് പൊട്ടാസ്യം ആറ്റോമിക മാസ് 39 എന്ന മൂലകത്തിൻ്റെ സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റേത്? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കും. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്കടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഓരോ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ മൂലക കുടുംബങ്ങളായി പരിഗണിക്കാം. ഇതിൽ ഉത്തരം പ്രസ്താവന 1 തെറ്റാണ്. കാരണം
ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ കൂട്ടത്തിൽ പെടാത്തത് അവയ്ക്ക് നൽകിയ പേരുകളുടെ അടിസ്ഥാനത്തിൽ ഏത്? നിഹോണിയം, മോസ്കോവിയം, ഒഗനെസൻ, ടെനസിൻ. ആൻസർ ഒഗനെസൻ. കാരണം മറ്റ് 3 മൂലകങ്ങളുടെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നാണ് ലഭിച്ചത്. നിഹോൺ എന്ന ജാപ്പനീസ് വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേരുണ്ടായത്. ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. മോസ്കോവിയം എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടന്നത് മോസ്കോയിലെ ലാബുകളിലായിരുന്നു. ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിൻ്റെ അടിസ്ഥാനം. ഒഗനെസൻ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രൊഫസർ യൂറി ഒഗനേഷ്യൻ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ്. അടുത്തത് ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിലുണ്ടാകുന്ന ആകെ ബലങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ സഫലബലം. ഈ ബലം പരിണതബലം എന്നും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, A1, A2 എന്നീ ടീമുകൾ പങ്കെടുത്ത ഒരു വടംവലി മത്സരത്തിൽ A1 ടീം വിജയിക്കുന്നു എങ്കിൽ വിജയിച്ച ടീമിൻ്റെ ഭാഗത്തുള്ള ബലം ഏതായിരിക്കും? ആൻസർ പരിണതഫലം. ബലം സദിശമായതിനാൽ നിശ്ചിത ദിശയിലുള്ള ബലം പോസിറ്റീവ് എന്നും വിപരീത ദിശയിലുള്ള ബലം നെഗറ്റീവ് എന്നും അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണതബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ സന്തുലിത ബലങ്ങൾ. കാരണം സന്തുലിത ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും സാധിക്കുന്നില്ല. ഒരു വസ്തുവിൽ അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്താനും അതിനുള്ള പ്രവണത ഉളവാക്കാനും സാധിക്കും. ഈ മാറ്റം അസന്തുലിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞനെ തിരിച്ചറിയുക. ചരിവ് തലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണത്തിലൂടെ ജഡത്വത്തെക്കുറിച്ച് സൂചന നൽകി. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി വാദിച്ചു. ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡീസ് രീതി അവതരിപ്പിച്ചു. ഉത്തരം ഗലീലിയോ ഗലീലിയാണ്. ഇദ്ദേഹം ഇറ്റലിയിലെ പിസയിൽ ജനിച്ച ഗലീലി ഗണിതത്തിലും ശാസ്ത്ര തത്വചിന്തയിലും പ്രശസ്തനായിരുന്നു. 1564 1642 അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. 1581 രചിച്ച ദി ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകമാണ് ആദ്യ ശാസ്ത്രഗ്രന്ഥം. തൻ്റെ സ്വന്തം ദൂരദർശിനിയിലൂടെ ശനിയും ശുക്രനും ഉൾപ്പെടെ വിവിധ ഗ്രഹങ്ങളെ നിരീക്ഷിച്ചു. അടുത്ത ചോദ്യം, ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിൻ്റെ എതിർദിശയിൽ ഉപയോഗിക്കുന്ന ബലം? ആൻസർ അസന്തുലിത ബാഹ്യബലം. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖ ചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിൻ്റെയോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ ആയി ആ വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് എന്താണ്? ആൻസർ ബലം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബലം, ജഡത്വം എന്നീ ഭൗതിക അളവുകളെ നിർവചിക്കാൻ സഹായകരമായ ന്യൂട്ടൻ്റെ ചലന നിയമം. നിയമങ്ങൾ ഏത്? ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം ഇവയൊന്നുമല്ല. ആൻസർ ഒന്നാം ചലന നിയമം. കാരണം അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണത അറിയപ്പെടുന്നത്?
ആൻസർ ജഡത്വം. അടുത്ത ക്വസ്റ്റ്യൻ, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുന്നു. അപ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പെട്ടെന്ന് പുറകിലേക്കായുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ നിശ്ചല ജഡത്വം. കാരണം ബസ് നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ യാത്രക്കാരും നിശ്ചലാവസ്ഥയിലായിരിക്കും. ബസ് പെട്ടെന്ന് ചലനാവസ്ഥയിലായപ്പോഴും യാത്രക്കാർക്ക് നിശ്ചലാവസ്ഥയിൽ തുടരാൻ പ്രവണതയുണ്ടാകുന്നു. ഇതാണ് നിശ്ചല ജഡത്വം. സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല. ഇതാണ് ചലന ജഡത്വം. അടുത്ത ക്വസ്റ്റ്യൻ, വയലിനരികത്തുള്ള ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ ശക്തമായി ചെളി നിറഞ്ഞ പാടത്തേക്ക് പതിക്കുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ വയലിൽ കുഴി രൂപപ്പെടുന്നു. ഒരു വസ്തുവിൻ്റെ ഈ സവിശേഷത ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ആക്കം. കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻറ്റം. ഇതൊരു സദിശ അളവാണ്. പ്രവേഗത്തിൻ്റെ ദിശയാണ് മൊമെൻറ്റത്തിൻ്റെയും ദിശ. അതായത് P = mv. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസോ പ്രവേഗമോ വർദ്ധിക്കുമ്പോൾ അവ ഉളവാക്കുന്ന ആഘാതവും വർദ്ധിക്കുന്നു. കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും ചോദ്യോത്തരങ്ങളോടൊപ്പം അവയുടെ വിവരങ്ങളും ഉൾപ്പെടുത്താൻ കാരണം കൂട്ടുകാർ ആ ഉത്തരം വളരെ വേഗത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. കൂടാതെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്